എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്ന മോഷൻ ബ്ലർ എഡിറ്റിംഗ് ആണ്. അപ്പം ചിലർക്ക് മനസ്സിലായി കാണത്തില്ല, മോഷൻ ബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്സാറിൻ്റെ അകത്തൊരു ടൂളാണ്. അപ്പം നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു ഫോട്ടോ നമുക്ക് ഇങ്ങനെ ആക്കാം. അതപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ ഇതിവിടെ പിക്സാറിലോട്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത്, നിങ്ങൾ താഴെ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. എഫക്ട്സ് അത് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത് നിങ്ങൾ ഒരു ബ്ലറിൻ്റെ താഴെ കാണും. ബ്ലർ സെലക്ട് ചെയ്ത ശേഷം സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പം നമുക്കിവിടെ മോഷൻ ബ്ലർ കാണാം. അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡൺ കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ എഫക്ട്സ് എടുക്കുക. ഒന്നുകൂടെ എഫക്ട്സ് എടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ മോഷൻ ബ്ലർ സെലക്ട് ചെയ്യുക. ആ മോഷൻ ബ്ലർ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വരിക. ഡിസ്റ്റൻസ് ഒരു പൊടിക്ക് കൂട്ടുക, ഡൺ കൊടുക്കാം. ഇനി അടുത്ത് ചെയ്യേണ്ട, നമ്മൾ താഴെ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ സെലക്ട് ചെയ്യുക, ശേഷം ഡ്രോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്, നമുക്കിവിടെ സൈഡിൽ ലെയറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ നമുക്ക് ഈ ഫോട്ടോയുടെ ഒരു ഒറിജിനൽ ഫോട്ടോ ആഡ് ചെയ്യാം. ഫോട്ടോ ലെയർ കൊടുക്കുക. ഞാൻ അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. ഡൺ കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ടത്, നമുക്കിവിടെ താഴെ എറൈസറിൻ്റെ ടൂൾ കാണാം. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമുക്കിങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കാം. എവിടേക്കാണോ ബ്ലർ വേണ്ടത് കൃത്യം അവിടെയൊക്കെ നമുക്കിങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നോക്കി അത്യാവശ്യം ശ്രദ്ധിച്ച് വേണം ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പം ശ്രദ്ധിച്ച് ഡ്രോ ചെയ്ത് കൊടുക്കുക. നമുക്കപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഏതെങ്കിലും ഭാഗം പോയിട്ടുണ്ട് നിങ്ങൾ അപ്പം തന്നെ മണ്ടയിലായിട്ട് ഓപ്ഷൻ ഉണ്ട്, അത് ബാക്ക് അടിച്ച് കളയുക. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഇങ്ങനെ ചെയ്യുക.
അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.